പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ സീസണിലേക്ക് കടന്നുവന്ന മൈക്കൽ കാരിക്കിനും ചുവന്ന ചെകുത്താന്മാർക്കും തോറ്റു തുടങ്ങാൻ തന്നെ വിധി. പ്രീമിയർ ലീഗ് സീസണിലെ ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 2-0 പരാജയപ്പെടുത്തി ഹൾ സിറ്റി 9 വർഷങ്ങൾക്ക് ശേഷമുള്ള മടങ്ങിവരവിനെ ആഘോഷമാക്കി. തീർച്ചയായും ഞങ്ങൾ കടുത്ത നിരാശയിലാണ്. തുടക്കത്തിൽ തന്നെ ഗോൾ വാങ്ങുന്നത് കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമാക്കും. ഒരു തോൽവി കൊണ്ട് ഞങ്ങളുടെ ക്ലബിന്റെ ലക്ഷ്യമോ ദിശയോ മാറാൻ പോകുന്നില്ല. ടീം എന്ന നിലയിൽ മെച്ചപ്പെടേണ്ട നിരവധി മേഖലകളുണ്ട്. ഈ ആഴ്ചയിലെ പരിശീലനത്തിലൂടെ ഞങ്ങൾ ശക്തമായി തിരിച്ചെത്തും. ഇതാണ് കാരിക്ക് മത്സരശേഷം മീഡിയകൾക്ക് മുമ്പിൽ പ്രതികരിച്ചത്. മത്സരത്തിൽ 72% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിരുന്നു. 21 തവണയാണ് അവർ ഹൾ സിറ്റിയുടെ ബോക്സിലേക്ക് ഷോട്ടുകൾ പായിച്ചത്. എന്നാൽ 5 ഷോട്ടുകൾ മാത്രമാണ് ടാർഗറ്റിലേക്ക് പോയത്. ലഭിച്ച 2 ഗോൾഡൻ ചാൻസുകൾ യുണൈറ്റഡ് നഷ്ടമാക്കുകയും ചെയ്തു. 5-4-1 ഫോർമേഷനിൽ പ്രതിരോധിക്കാൻ ഉറച്ചു തന്നെയാണ് ഹൾ സിറ്റി കളത്തിലെത്തിയത്. കിട്ടുന്ന അവസരങ്ങളെ ഗോളാക്കി മാറ്റുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ കോർണർ ബോൾ കൃത്യമായി ക്ലിയർ ചെയ്യുന്നതിൽ യുണൈറ്റഡ് ഡിഫൻസ് പരാജയപ്പെട്ടപ്പോൾ സെമി അജായിയിലൂടെ ഹൾ സിറ്റി ആദ്യ ഗോൾ നേടി. 38-ാം മിനിറ്റിൽ റീഗൻ സ്ലേറ്റർ എടുത്ത ഫ്രീ കിക്കിൽ തലവെച്ച് ക്ലബിന്റെ റെക്കോർഡ് സൈനിങ് ആയ നോബൽ മെൻഡി ഹൾ സിറ്റിയുടെ 2ാമത്തെ ഗോളും വലയിലാക്കി. ഈ 2 ഗോളുകളും ഒന്ന് നോക്കുക. ഓപ്പൺ പ്ലേയിൽ നിന്നല്ല ഹൾ സിറ്റി ഗോൾ നേടിയത്, മറിച്ച് യുണൈറ്റഡിന്റെ പ്രതിരോധത്തിലെ അലസത മുതലെടുത്താണ്. ആദ്യ പകുതിയിൽ 2 ഗോളിന് പിന്നിട്ടു നിന്നെങ്കിലും ആരാധകർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ അത്തരമൊരു തിരിച്ചുവരവ് പരകുറി കണ്ടതാണല്ലോ. പക്ഷേ ജെക്കിരോവിച്ചിന്റെ കളിക്കാർ മധ്യനിരയിലേക്ക് ഇറങ്ങി വന്ന് പ്രതിരോധം ശക്തിപ്പെടുത്തിയപ്പോൾ അതിനെ മറികടന്ന് ഗോൾ നേടുവാനുള്ള മറുമരുന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പക്കൽ ഇല്ലാതെ പോയി. മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജർ മൈക്കൽ കാരിക്ക് പരാജയത്തിൽ കടുത്ത നിരാശ പ്രകടിപ്പിച്ചു. എങ്കിലും ടീമിന്റെ മുന്നോട്ടുള്ള യാത്രയെ ഈ ഒരു തോൽവി ബാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഏരിയൽ ബോളുകൾ ക്ലിയർ ചെയ്യുന്നതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടർച്ചയായി പിഴവുകൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 2-മാൻ മിഡ്ഫീൽഡ് മധ്യഭാഗത്തുണ്ടാക്കുന്ന സ്പേസ് കവർ ചെയ്യുവാൻ ഫുൾ ബാക്കുകൾക്ക് സാധിക്കുന്നുമില്ല. പഴയ പ്രതിഭയുടെ നിഴൽ മാത്രമായ ലെഫ്റ്റ് ബാക്ക് ലൂക്ക് ഷോയെ മാറ്റാതിരിക്കുന്നതും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ടീമിലേക്ക് കൊണ്ടുവന്ന ഡോർഗുവിനെ മുന്നേറ്റത്തിൽ ഇടതു വിങ്ങറാക്കി കളിപ്പിക്കുന്നതും എന്തിനാണെന്ന് ആരാധകർ പോലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ 11-ൽ ഡോർഗുവിന് വേണ്ടി കുഞ്ഞയെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് മാറ്റേണ്ടതുണ്ടോ? ബാഴ്സലോണയിൽ മികച്ച ലോൺ സ്പെൽ കഴിഞ്ഞു വരുന്ന റാഷ്ഫോർഡിനെ അയാളുടെ നാച്ചുറൽ പൊസിഷനിൽ ഉപയോഗിക്കാതെ മാറ്റി പരീക്ഷിക്കേണ്ടതുണ്ടോ? ഇടതുവിങ്ങിൽ മികച്ച ഓപ്ഷനുകൾ ആവനാഴിയിലുണ്ടെങ്കിലും അവയെ ഉപയോഗപ്പെടുത്താതെ പ്രതിരോധ താരമായ ഡോർഗുവിനെ വീണ്ടും പരീക്ഷിക്കുന്നതിൽ എത്രമാത്രം യുക്തിയുണ്ടെന്ന് കാരിക്ക് സ്വയം പരിശോധിക്കേണ്ടതാണ്. ഹൾ സിറ്റിക്കെതിരായ ഈ പരാജയം വലിയൊരു പാഠമാകണം. പ്രതിരോധത്തിലെ പാളിച്ചകളും ഫൈനൽ തേർഡിലെ പോരായ്മകളും എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ ഈ സീസണും യുണൈറ്റഡിന് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാകും.